ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് പുനലൂരാണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പുനലൂർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് കൂടി ഒന്ന് കയറാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്, ഒരു 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് കയറി കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന സമയത്ത് കുറച്ച് ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പൊങ്ങി താങ്ങി ചെയ്യുന്ന പോലെയൊക്കെയുള്ളൊരു ഫീൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ കുറേ കോളേജ് പിള്ളേരും സ്കൂൾ കുട്ടികളും ഒക്കെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടയൊക്കെ പിടിച്ചിട്ട് വരുന്ന ഞങ്ങളാണ് കേട്ടോ. നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കൊല്ലത്തുനിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു അംബ്രല്ല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ടേക്ക് നമ്മൾ പുനലൂർ കയറിയപ്പോൾ പുനലൂരിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഇവിടേക്ക് എത്തിയപ്പം നമുക്ക് താങ്ങാവുന്നതിലപ്പുറം വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുടയൊക്കെ എടുത്തിട്ട് ഇത് വഴി ഇങ്ങനെ കുറച്ച് നേരം ബ്രിഡ്ജൊക്കെ ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നടന്ന് പോകാമെന്ന് കരുതിയത്. കാരണം നമുക്ക് വന്ന ഒരാവശ്യം ഇതിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇവിടെ കയറിയിട്ടായിരുന്നു കേട്ടോ നമുക്ക് പോകേണ്ടിണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളുടെ ആവശ്യം കഴിഞ്ഞു. അതിനുശേഷം ലഞ്ച് ടൈം ആയി അപ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഒരു സദ്യ കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. അതിനുശേഷം നമ്മൾ തെന്മല ഡാം പോകാമെന്ന് കരുതി. തെന്മല ഡാം പോകുന്ന വഴിയരികിൽ ഇതുപോലെ കുറച്ച് ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോയപ്പോൾ നല്ല സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നതിൽ നമുക്ക് കഴിക്കാനായിട്ട് തന്നപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ചക്ക മേടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ തെന്മല പോവുകയാണ് കേട്ടോ. തെന്മല പോകുന്ന റോഡാണ് ഇത്. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ തെന്മല ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കയറാനായിട്ട് ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടവഞ്ചി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുട്ടികൾക്ക് എലോ അല്ല എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ പോവായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ തെന്മല ഡാം. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ അവിടെ നിന്ന് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് 5 റുപ്പീസും അഡൾട്ട്സിന് 10 റുപ്പീസായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് കയറാൻ പറ്റില്ല, അവിടെ പാർക്കിംഗ് ഉണ്ട്. അതിന് ശേഷം ഒരു 2 to 3 കിലോമീറ്റേഴ്സ് എന്തോ നടക്കണമെന്ന് തോന്നുന്നു. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. വെയിലും കുറച്ച് താന്ന് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ. കുറച്ചധികം നടക്കാനായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ കുട്ടികളും ഒക്കെ പോയി നമ്മളെ ഡാമൊക്കെ നമ്മളിങ്ങനെ വ്യൂ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ഡാമിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട് തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെയും നമ്മൾ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കിഡ്സിന് കളിക്കാനായിട്ടുള്ളൊരു പാർക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്ലൈഡ്സും കാര്യങ്ങളും. പക്ഷേ അതവിടെ ലോക്ക്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് മഴ പെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. പക്ഷേ മഴ നിൽക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ചും കൂടി നടന്നു. പക്ഷേ അത് മാത്രമല്ല, നമുക്കവിടെ ഒന്നും സ്റ്റേ ചെയ്യാനായിട്ടോ ഒന്നും പറ്റത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നനയുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്തടുത്ത് കുട ഉള്ളതുകൊണ്ട് ഇച്ചിരി അത്യാവശ്യം വലിയ കുട കേട്ടോ. കാലം കുട എന്നാണ് ഇതിന് പറയുന്നത്. അതിന് മറ്റുള്ള പേരെന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഇവിടേക്ക് അതിന് അങ്ങനെയാണ് പറയുന്നത്. അത്യാവശ്യം ഒരു 5 ആൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള വലിയ കുടയായിരുന്നു. അപ്പോൾ ഇക്കായും ഇത്തായും കുട്ടികളും കൂടി ആ കുടയിൽ വന്നു. ഞാനും ഇത്താടെ മക്കളും കൂടി നനഞ്ഞു. കാരണം വേറെ ഓപ്ഷനില്ല. കാരണം അവിടെ നിന്ന് നനയുന്നതിനെക്കാട്ടി നമുക്ക് മേലെ കയറാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ ആദ്യം വിചാരിച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന്. കയറി വന്നപ്പോഴാണ് ഇതല്ല ഇനിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി.
നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്തിട്ടും ദാഹത്തിന് ഒരു കുറവും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. മേളിലേക്ക് കയറണോ വേണ്ടേ എന്നുള്ളൊരു ഇതായിപ്പോയി. പിന്നെ ഇതുവരെ വന്നില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ കയറി. അപ്പോഴേക്കും നമുക്ക് വ്യൂ പോയിൻ്റ് എത്തി. ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ്. അപ്പോൾ അവിടെ തന്നെ ഒരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണോ കയറിയെന്നുള്ളതിന് ടിക്കറ്റൊക്കെ കാണിക്കണമായിരുന്നു. അപ്പോൾ നമ്മളതവിടെ കാണിച്ചിട്ട് നമ്മൾ ഡാമിൻ്റെ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ മേലെ കയറിയപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും കയറി വന്ന സ്ഥിതിക്ക് ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ എടുത്തു. ആ സമയത്ത് പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. ഒരു വഴിയില്ല നനയുക എന്നുള്ളതല്ലാതെ. പിന്നെ നമ്മൾ കുറച്ച് നടന്ന് നനഞ്ഞു. അപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഡാം കാണാൻ വേണ്ടിയിട്ട്. സൂപ്പറായിരുന്നു, ഭയങ്കര വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് അവിടെ മഴ തോന്നിയിട്ട് വെയിൽ വന്നു. ആ സമയത്ത് അടിപൊളിയായിട്ട് റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതും കണ്ടിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ മോളുടെ കാല് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് തിരികെ നടക്കാൻ വയ്യ. പിന്നെ ഞാൻ എടുത്തിട്ട് എനിക്കും വയ്യാണ്ടായപ്പോൾ പിന്നെ മോൻ പറഞ്ഞു അവനെടുക്കാമെന്ന്. അങ്ങനെ പിന്നെ അവനിങ്ങനെ മേലെ വെച്ചിട്ട് അവനെടുത്തുകൊണ്ട് കുറച്ചധികം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും തന്നെ കടകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് വെള്ളം മേടിക്കാനായിട്ടൊന്നും. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം ചായയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിർത്തിയിട്ട് ഇതുപോലെ വ്യൂ പോയിൻറ്റ് കയറി ജസ്റ്റ് കാണാനായിട്ട് വന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല സൗണ്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ മേലെ നമ്മൾ കയറിയില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഇതാണ് കേട്ടോ, ഈ സൈറ്റാണ് കണ്ടേ. പിന്നെ നമ്മൾ മേലേക്ക് കയറാൻ കരുതി കുറച്ചും കൂടി നല്ല വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ തെന്മല ഡാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റിനടുത്ത് മാത്രമാണ് കേട്ടോ കട ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് സ്നാക്സും ചായയും ഒക്കെ ഐസ്ക്രീമും ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവിടെ തന്നെ നിർത്തി ഇതുപോലെ ഒരു ഇവിടെയും കയറി ആ വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അങ്ങനെ ഇതൊക്കെ കണ്ടു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെറിയ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ചായയും കുട്ടികൾക്ക് ഐസ്ക്രീമും ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ടൈം ഓൾമോസ്റ്റ് ഒരു 4:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മളവിടെ നിന്ന് തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.